സർക്കാർ നമ്മളെ ഈ തെരുവിലിരുത്തിയിട്ടേ ഈ ആഘോഷം അവർക്ക് നല്ലതാണെന്ന് തോന്നുന്നില്ല. കാരണം അതെ, സർക്കാർ ആഘോഷിക്കാൻ പോവാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാമത്തെ വാർഷികം അടിച്ചു പൊളിച്ച് ആഘോഷിക്കും എന്നാണ് പറയുന്നത്. ആഘോഷിക്കട്ടെ, ആഘോഷങ്ങളെല്ലാം വേണ്ടതല്ലേ. നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? ആഘോഷിക്കാൻ. ലൈഫ് എന്തിനുള്ളതാണ്? ആഘോഷിക്കാൻ. എപ്പോഴും ആഘോഷിക്കുക. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് കണ്ണീരുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആശാപ്രവർത്തകർക്ക് ഉള്ള ഒരു വിഷമമൊക്കെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു. ആരും കണ്ടിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ പലതരം വീഡിയോസ് വരുന്നുണ്ട്. അതായത് ചില ആൾക്കാർ പറയുന്നത് വാർഷികമൊക്കെ വേണം, വാർഷികം സൂപ്പറായിട്ട് ആഘോഷിക്കണം എന്ന് പറയുന്നവരുണ്ട്. കുറെ പേരുണ്ട് വാർഷികം എന്തിനാണ്, ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെ പറയുന്നവരുണ്ട്. ഈ രണ്ടാമത് പറഞ്ഞ കൂട്ടരാണ് കുറച്ച് കൂടുതലുള്ളത്. അപ്പോൾ ആ കൂട്ടർക്ക് 1-2 വീഡിയോസ് ഞാൻ കാണിക്കാം. അപ്പോൾ അവർക്ക് എന്താണ് പറയാനുള്ളത്, അത് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇതുകൂടി നിങ്ങളൊന്ന് പറയും. ഈ മിനിമം കൂലിയായിട്ടുള്ള ഇതാണ് നമ്മൾ ചോദിച്ചത്. 700 രൂപ തൊട്ട് ഉള്ള മിനിമം കൂലി. കാരണം പ്രകടന പത്രികയിൽ 2021 അവർ എഴുതി വെച്ചിരിക്കുകയാണ്, നമുക്ക് ഇത് കയറി കഴിഞ്ഞാൽ 700 രൂപ മിനിമം കൂലി തരാമെന്ന്. അപ്പോൾ അതുപോലും തരാതെ ഇത്രയും വലിയ ആഘോഷം നടക്കുന്നതിൽ ഒരുപാട് ഇതാണുള്ളത്, വിഷമമുണ്ട്. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വേണം സർക്കാർ ആഘോഷിക്കാൻ. അതെ, പക്ഷെ ഞാൻ പറയുന്നു അല്ല, പ്രകടന പത്രികയിലെ എല്ലാം ചെയ്യണ്ട, കുറച്ചെങ്കിലും ചെയ്യും. ചില കാര്യങ്ങൾ, ഇത്തരം ചെറിയ കാര്യങ്ങൾ ഇവരൊക്കെ എത്ര ദിവസമായിട്ടാണ് റോട്ടിൽ കിടക്കുന്നതാണ്. അപ്പോൾ മുഴുവൻ ചെയ്യണ്ട, കുറച്ചൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് നോക്ക്. ഈ അവര് പറഞ്ഞ കാര്യങ്ങൾ മൊത്തം നടത്തിയിട്ട് വേണം നമ്മളെ ഈ വാർഷികമൊക്കെ ആഘോഷിക്കണം. അതിനൊക്കെ അവർക്ക് കാശുണ്ടല്ലോ. സ്ത്രീകൾ 71 ദിവസമായിട്ട് ഒരു ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരത്തിനിരിക്കുമ്പോൾ അതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ആളെ എന്ത് കൊട്ടിഘോഷിക്കാനാണ് പോകുന്നത്? എന്ത് കൊട്ടിഘോഷിക്കാനാണ് പോകുന്നത്? ചേച്ചി പറയാണ് 71 ദിവസമായിട്ട് സമരം ചെയ്യാണ്. എന്നാൽ ചേച്ചിയുടെ ബാക്കിൽ 33 ദിവസം എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? 33 ദിവസം നിരാഹാര സമരമാണ്. 33 ദിവസമൊക്കെ നിരാഹാര സമരം നടത്തിയിട്ട് ഒരു 100 രൂപ കൂട്ടി കൊടുക്കാൻ പറഞ്ഞിട്ട് 100 കോടിയുടെ പരിപാടി നടത്താൻ പോവുക. 100 കോടി എന്ന് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ. എല്ലാവരും വീഡിയോകളിൽ പറയുന്ന 100 കോടിയാണ് ചിലവാക്കാൻ പോകുന്നത്. ചിലപ്പോൾ 100 കോടിയായിരിക്കാം, ചിലപ്പോൾ 10 കോടിയായിരിക്കാം, എന്തായാലും കോടിക്കണക്കാണ്, 100 രൂപയുടെ കണക്കല്ല. അപ്പൊ 100 രൂപയുടെ കണക്ക് പറയുന്നവനെ ആദ്യം സന്തോഷിപ്പിക്കണ്ടേ? ഈ കോടികൾ ചെലവഴിച്ച് നമ്മൾ ചോദിച്ചപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ഒരു സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് ഒരു തുക നമ്മൾ ആവശ്യപ്പെട്ടു. അതൊരു ദിവസം 100 രൂപയെ വരുന്നുള്ളൂ. ആ തുക പോലും നൽകാൻ കഴിയില്ല, അത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്നാണല്ലോ അവർ പറയുന്നത്, പുറമേ പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് 100 കോടിയൊക്കെ പെട്ടെന്ന് വകമാറ്റാൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? അപ്പൊ അവര് വളരെ നേതാക്കൾ അടക്കം പറഞ്ഞത് സർക്കാരിന്റെ സാമ്പത്തിക പരാധീനത ഉള്ളതുകൊണ്ട് നിങ്ങൾക്കൊന്നും കൂലി കൂട്ടാൻ ആവശ്യപ്പെടാൻ പോലും കഴിയില്ല. തീർച്ചയായിട്ടും അത്രയ്ക്ക് ബുദ്ധിമുട്ടിലാണ് സർക്കാർ എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ വളരെ പെട്ടെന്നാണ് ഒരു ഹോർഡിങ്സിന് വേണ്ടിയിട്ട് 15 കോടി എന്നൊക്കെ പറഞ്ഞത് എന്താണ്? ഇല്ല, സർക്കാർ പണ്ടേ ബുദ്ധിമുട്ടിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഖജനാവ് ഖാലിയാണ്, ഖാലി പേഴ്സ്. അപ്പോൾ ഒരുപാട് കടങ്ങളുണ്ട്, ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ചോദ്യം ഇതാണ്, ഈ 100 കോടിയുടെ പരിപാടിയാണ് നടത്താൻ പോകുന്നതെന്നാണ് കരക്കമ്പി. ചിലപ്പോൾ അതിലും കൂടുതൽ വരുമായിരിക്കാം. ഓക്കെ, എങ്കിലും ചോദ്യം ഇതാണ്, ഈ 100 കോടിയുടെ പരിപാടിക്ക് മുന്നേ ഈ 100 രൂപയുടെ പരിപാടി ഒന്ന് തീർത്തു കൊടുത്തൂടെ? ഇവർ മാത്രമല്ല കേട്ടോ, ഒരുപാട് പേർക്ക് വിഷമങ്ങളുണ്ട്. നമ്മളെല്ലാം കൂടി നോക്കാൻ പോയാൽ നടപടിയാവില്ല. ഒരാളുടെയും കൂടി നോക്കാം, ഒരു പാവപ്പെട്ടവരുടെ കൂടി. വാർഷികാഘോഷം നടത്തല്ലേ, ഒരുപാട് പൈസയൊക്കെ ചെലവിട്ട് വലിയ ആഘോഷമായിട്ട് നടത്താണ് പരിപാടി. എന്താണ് ഒരു സാധാരണക്കാരന് ഇത് കാണുമ്പോൾ തോന്നുന്നത്? നല്ല കാര്യം തന്നെ, പിണറായി അല്ലേ. ഒരാളെങ്കിലും നല്ലത് പറയുന്നുണ്ട്. അതായത് വാർഷികം നടത്തുന്ന കാര്യം ചോദിക്കുമ്പോൾ നല്ലതല്ലേ, നടത്താം എന്നാണ് ആ ചേട്ടൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ കൂടെയും ആൾക്കാരുണ്ടേ. പൈസ ചെലവത്തിൽ ആരെങ്കിലും അയാളുടെ ഇത് കേൾക്കാൻ നിൽക്കും? അതെന്താ അങ്ങനെ പറഞ്ഞു? പാവങ്ങൾക്കെല്ലാം നല്ലോണം ഉണ്ടാക്കി കൊടുക്കുന്നില്ലേ അയാൾ? ഒരുപാട് വികസന നേട്ടങ്ങളൊക്കെ പറയുന്നു. എന്ത് വികസനം ഉണ്ടാക്കി? കേരളത്തിൽ എന്ത് വികസനം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു? വികസനം ഒന്നും ഉണ്ടായിട്ടില്ലേ? എന്ത് വികസനം ഉണ്ടാക്കി? പെൻഷൻ കൂട്ടിയില്ലേ? പെൻഷൻ കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ടോ? മുടങ്ങിയതാണ് പ്രശ്നം. മുടങ്ങിയത് മാത്രമാണ് പ്രശ്നം. കേന്ദ്ര വിഹിതം കൊടുക്കാനിട്ടല്ലേ? ഇപ്പം ഞാൻ കേട്ടെ, ഇപ്പം ഈ യാത്രയ്ക്ക് എത്ര പൈസ മുടക്കുന്നത്? കോടികൾ മുടക്കുന്നുണ്ടെന്ന് പറയുന്നത്. 100 കോടി. 100 കോടിയാണെന്ന് കറക്റ്റ് ഒന്നും അറിയില്ല. അങ്ങനെയൊക്കെ പൈസ അല്ലേ? എന്നിട്ട് ഇയാൾ പുണ്യം നേടുവോ? ഇത് ലാസ്റ്റാ, ഇനി ഇല്ല അങ്ങോട്ടേക്ക്. അപ്പോൾ ഇത് അവസാനത്തെ ആഘോഷം എന്ന് പറയുന്നത്. അതന്നെ ഉറപ്പല്ലേ. പുണ്യം നേടുമോ? ചോദ്യം തന്നെയാണ്. പുണ്യം നേടുമോ? ഇത് തന്നെയാണ് ആ ചേച്ചിയും ചോദിച്ചത്. ഇവരൊക്കെ എന്താ നേടാൻ പോകുന്നത് അറിയില്ല. ചിലപ്പോൾ പുണ്യമായിരിക്കും കിട്ടാൻ പോകുന്നത്, ചിലപ്പോൾ വോട്ടായിരിക്കും കിട്ടാൻ പോകുന്നത്. ഈ ചേട്ടനൊക്കെ ലാസ്റ്റാന്ന് പറയുന്നുണ്ട്, കണ്ടു തന്നെ അറിയണം. പക്ഷേ മിനിമം ആശാപ്രവർത്തകരുടെ 100 രൂപ പ്രശ്നം ഒന്ന് തീർത്ത് കൊടുത്തായിരുന്നെങ്കിൽ ഈ 100 കോടി പരിപാടിക്ക് നമുക്കും പോകുമായിരുന്നു. മിനിമം 100 കോടിയുടെ പരിപാടിയല്ലേ, 100 കോടിയുടെ പടത്തിന് നിങ്ങൾ പോണില്ലേ? അതുപോലെ ഒന്ന് പോയി നോക്കാമായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ പോകണ്ട.